ഉപയോഗിച്ച് കഴിയുമ്പോൾ സ്പീക്കറിൻ്റെ ഹോളൊക്കെ ഇതേപോലെ പൊടി കയറി അടയും. അതുകൊണ്ട് സൗണ്ട് പുറത്തേക്ക് വരില്ല. അതേപോലെ തന്നെയാണ് ഫോണിൻ്റെ മൈക്കും. ഈ ഭാഗത്താണ് മൈക്ക് വരുന്നത്. ആ മൈക്കും ഇതേപോലെ പൊടി കയറി അടഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആർക്കെങ്കിലും ഫോൺ ചെയ്യുമ്പോൾ നമ്മൾ പറയുന്നതൊന്നും അവർക്ക് മനസ്സിലായില്ല. അപ്പോൾ അത്തരം സന്ദർഭങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ വീട്ടിൽ ഇതേപോലെ പഴയ ഒരു ടൂത്ത് ബ്രഷ് ഉണ്ടെങ്കിൽ എടുക്കുക. എന്നിട്ട് ഇതേപോലെ ഫോണിൻ്റെ സ്പീക്കർ ഹോളൊക്കെ ഇതേപോലെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് ആ പൊടിയൊക്കെ ഒന്ന് നീക്കം ചെയ്യുക. അപ്പോൾ ഫോണിൻ്റെ സ്പീക്കറിൻ്റെ സൗണ്ട് കൂടുന്നതായിരിക്കും. അതേപോലെ തന്നെ മൈക്കിൻ്റെ ഭാഗത്തും നിങ്ങൾ ഇതേപോലെ ക്ലീൻ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഫോണിൻ്റെ മൈക്ക് വരുന്നത് ഈ ഭാഗത്താണ്, താഴ്ഭാഗത്താണ്. അവിടെ നന്നായിട്ട് ക്ലീൻ ചെയ്യുക. അപ്പോൾ ഇതേപോലെ നന്നായിട്ട് ക്ലീൻ ആകുന്നതായിരിക്കും. ഇനി നിങ്ങളുടെ ഗൂഗിൾ ക്രോം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ സെർച്ചിൽ ഫിക്സ് മൈ സ്പീക്കർ എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ ഇങ്ങനൊരു സൈറ്റ് ആദ്യം തന്നെ വരുന്നതായിരിക്കും. അവിടെ നിന്ന് നിങ്ങൾ ടച്ച് ചെയ്ത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഉണ്ടോ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. ഏറ്റവും മുകളിലായിട്ട് ഫിക്സ് മൈ സ്പീക്കേഴ്സ്, ഇജക്റ്റ് വാട്ടർ ഫ്രം യുവർ ഫോൺ സ്പീക്കേഴ്സ് ആഫ്റ്റർ ഗെറ്റിംഗ് ഇറ്റ് വെറ്റ്. താഴെ ഒരു വാട്ടറിൻ്റെ സിമ്പിളും ഒരു സ്പീക്കറിൻ്റെ സിമ്പിളും കൂടെ കാണിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേക രീതിയിലുള്ള വൈബ്രേഷനും സൗണ്ടും പുറത്തേക്ക് വരുന്നതായിരിക്കും. അതിങ്ങനെ വൈബ്രേറ്റ് ചെയ്ത് സൗണ്ട് വരുമ്പോൾ ഫോണിൻ്റെ അകത്ത് ഏതെങ്കിലും വിയർപ്പ് ഉണ്ടെങ്കിലോ വെള്ളം ഉണ്ടെങ്കിലോ അതൊക്കെ പുറത്ത് പോയിട്ട് സ്പീക്കർ ക്ലീൻ ആകുന്നതായിരിക്കും. മൊബൈൽ ഫോണൊക്കെ കുറച്ചാൽ ഉപയോഗിച്ച് കഴിയുമ്പോൾ സ്പീക്കറിൻ്റെ ഹോളൊക്കെ ഇതേപോലെ